പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. എല്ലാ കർത്തവ്യവും പാവനമാണ്. സ്വാമിജി പറയുന്നു, എല്ലാ കർത്തവ്യവും പാവനമാണ്, കർമ്മത്തോടുള്ള അർപ്പണമാണ്, ഈശ്വരാരാധനയുടെ പരമാവസ്ഥയാണത്. നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ പക്കലുള്ള പ്രവൃത്തി ഭംഗിയായി ചെയ്തു തീർത്താൽ നാം നമ്മെ തന്നെ ശക്തരാക്കും. ഏറ്റവും ക്രമത്തിൽ നമ്മെ കൂടുതൽ കരുത്തരാക്കി നമ്മൾ ഏറ്റവും മോഹിച്ചിരുന്ന ഏറ്റവും ബഹുമാന്യമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിനായി ചെയ്യുവാൻ പറ്റുന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരും. നമുക്ക് പറ്റുന്ന പണി ഏതാണോ അത് നാം സ്വയം കണ്ടെത്തും. എല്ലാ പന്തുകൾക്കും അതിൻ്റേതായ ദ്വാരമുണ്ട്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കഴിവുണ്ടെങ്കിൽ ലോകം അത് കണ്ടെത്തും. ഈ പ്രപഞ്ചത്തിൽ വ്യവസ്ഥപ്പെടുത്തൽ അങ്ങനെ തുടർന്നു പോകുന്നു. അതിനാൽ അതൃപ്തനായിട്ട് കാര്യമില്ല. സമ്പന്നനായ ഒരാൾ ക്ഷുദ്രനായിരിക്കാം, പക്ഷെ അയാളിൽ ചില ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അയാൾ സമ്പന്നനായത്. ആ ഗുണം മറ്റാർക്കെങ്കിലും ഉണ്ടായാൽ അയാളും സമ്പന്നനാകും. തമ്മിലടിക്കുന്നതിലും പരാതി പറയുന്നതിലും എന്താണ് പ്രയോജനം? അത് നമ്മെ ഒരു നന്മയ്ക്കും സഹായിക്കുന്നില്ല. അതൃപ്തിയല്ല നിങ്ങളുടെ വിധി, പ്രവൃത്തിയെല്ലാം ഇഷ്ടപ്പെടുക. വിധിപ്രകാരം തനിക്ക് ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികളിൽ അസംതൃപ്തി കാണിക്കുന്ന ആൾ എല്ലാ കാര്യത്തിലും അതൃപ്തി കാണിക്കും. അസംതൃപ്തി പകരമായി അയാളുടെ ജീവിതം ക്ലേശഭരിതമാകും. അങ്ങനെയെല്ലാം പരാജയമാകും. എന്നാൽ തൻ്റെ ചുമലിൽ വരുന്ന ഏത് പ്രവൃത്തിയും കഠിന പ്രയത്നത്തിലൂടെ കൃത്യമായി നിർവഹിക്കുന്നയാൾ വിജയപ്രകാശം കാണുകയും കൂടുതൽ സമുന്നതരായ പ്രവൃത്തികൾ അയാൾക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രവൃത്തികളോട് വൈയക്തികമായ കെട്ടപ്പെട്ട് കിടക്കുന്നതിൻ്റെ ഫലമാണ് ഒരാൾക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അസംതൃപ്തി സ്വഭാവം വരുന്നത്. എന്നാൽ നിസ്സംഗമായി കർമ്മമനുഷ്ഠിക്കുന്ന പ്രവൃത്തി നന്മയുള്ളതായിരിക്കും. ശക്തമായ ഉകരങ്ങൾ കൊണ്ട് സ്വാർത്ഥതയും വൈകാരികതയും നശിപ്പിച്ചാൽ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാം. അസംതൃപ്തന് എല്ലാ ജോലികളും അരസികമായിരിക്കും. അയാളെ ഒന്നും തൃപ്തിപ്പെടുത്തുന്നില്ല. അങ്ങനെ ജീവിതം മുഴുവൻ പരാജയത്തിലാകും. ഏത് കർത്തവ്യമായാലും ഏത് പ്രവൃത്തിയായാലും നമുക്ക് നിത്യവും അതിനായി കഠിന പ്രയത്നം ചെയ്യാം. അപ്പോൾ ഉറപ്പാണ് നാം വിജയം കാണുക തന്നെ ചെയ്യും. ഒരു പ്രവൃത്തിയും നിസ്സാരമല്ല. ഒരു വിഡ്ഢിക്ക് പോലും അവൻ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയത്നം സഫലമാക്കാം. എന്നാൽ ബുദ്ധിശാലിയായ ഒരാൾക്ക് ഏതു പ്രവൃത്തിയും അയാളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഈ ലോകത്തെല്ലാം ഒരാലിൻ കുരു പോലെയാണ്. ഒരു കടുകുമണി പോലെ ചെറുതായ അതിൽ ഒരു ഭീമാകാരനായ തണൽ മരം കുടികൊള്ളുന്നു. പ്രവൃത്തികളെല്ലാം മഹത്തായി കാണുമ്പോഴാണ് വിജയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലി. സജ്ജനങ്ങളെ, അതിമനോഹരമായ ജീവിത വിജയത്തിൻ്റെ, നിരാശയെ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട്. ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നാം രൂപത്തിൽ വ്യത്യസ്തരാകുന്നത്, നമ്മുടെ ഭാവത്തിലും വ്യത്യസ്തരാകുന്നത്. എല്ലാവർക്കും സമ്പന്നരാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമ്പന്നന് ക്ഷുദ്രമായ എന്തെങ്കിലും സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവൻ ഒരുപാട് ഗുണങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സ്വാമിജി പറയുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വാമിജി പറയുന്നത്, ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന വിഡ്ഢിക്ക് പോലും ജീവിതത്തിൽ വിജയം നേടാം. എന്നാൽ ബുദ്ധിശാലി ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ എന്തിനേയും മാറ്റിയെടുക്കുവാൻ കഴിയും. വിഡ്ഢിക്കത് കഴിയില്ല. ബുദ്ധിശാലിക്ക് അവൻ്റെ ജീവിതത്തെയും സമാജത്തിൻ്റെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ ജീവിതത്തെയും ബുദ്ധിവൈഭവം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും മാറ്റിയെടുക്കുവാൻ കഴിയും. സ്വാമിജി പറയുകയാണ്, ലോകം ആലിൻ്റെ കുരു പോലെയാണ്. എത്ര നിസ്സാരമാണ് ഒരാൽമരത്തിൻ്റെ കുരു, അതിൻ്റെ വിത്ത്. ഒരു കടുകുമണിയുടെ അത്രമാത്രം വലിപ്പമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള അതിൻ്റെ ഉള്ളിൽ ഒരു മഹാവൃക്ഷമുണ്ട്. ഇതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നത് ഇത്ര മഹത്തും ബൃഹത്തുമായ
കർമ്മശേഷിയാണ്. അതിനെ തട്ടി ഉണർത്തുവാൻ സ്വാമിജി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.